അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ ദലിത് സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഹർത്താൽ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം ഉൾപ്പെടെ പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അടൂരിൽ KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിൽ വാഹനങ്ങൾ തടഞ്ഞ പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗിച്ച് നീക്കി. പല ജില്ലകളിലും KSRTC ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധം നടത്തുകയാണ്. ചിലയിടങ്ങളിൽ പോലീസ് ഇടപെട്ട് വാഹനങ്ങളും കടത്തിവിടുന്നുണ്ട്. കണ്ണൂരും എറണാകുളത്തും തിരുവനന്തപുരത്തും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്നു. നിതിൻ രാജിൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുക, രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കുക, നിതിൻ രാജിൻ്റെ കുടുംബത്തിന് 10 കോടി നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദ് ചെയ്യുക, ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ കേസ് അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ നടത്തുന്നത്. 52 ദളിത് സംഘടനകളാണ് ഹർത്താലിന് പിന്തുണ നൽകുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിനെ കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ നിലയിലാണ് കണ്ടെത്തിയത്. കോളേജിലെ അധ്യാപകൻ നിതിൻ രാജിനെ മാനസികമായി ഉപദ്രവിച്ചിരുന്നുവെന്നും ജാതീയമായി അധിക്ഷേപിച്ചിരുന്നുവെന്നും കുടുംബം പരാതി ഉന്നയിക്കുന്നുണ്ട്.